നമസ്കാരം, ഭവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു സ്വീറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. സേമിയ കൊണ്ടുള്ള കേസരി. ഇത് തയ്യാറാക്കാനായി ഞാനിവിടെ 1 കപ്പോളം വറുത്ത സേമിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വറക്കാത്ത സേമിയാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ ഇതുപോലെ ഒന്ന് വറുത്തെടുത്താൽ മതിയാകും. പിന്നെ ഒരു 1/4 കപ്പ് പഞ്ചസാര, ഇതിലേക്ക് ഒരു അല്പം കളർ ഞാൻ ചേർക്കുന്നുണ്ട്. ഒരു ഓറഞ്ച് കളർ എടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, ഏലക്ക, നെയ്യ്, ഇത്രയുമാണ് നമുക്കിതിലേക്ക് വേണ്ടത്. ആദ്യം ഞാനൊരു കടായി ചൂടാക്കി ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്ന് വറുത്തെടുക്കാം. നെയ്യ് ചൂടായി തുടങ്ങുമ്പോഴേക്കും ഞാനിതിലേക്ക് ആദ്യം അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നു. അണ്ടിപ്പരിപ്പ് ഒരു പകുതിയോളം മൂത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം. രണ്ടും കൂടെ നല്ലവണ്ണം അല്പം ചുവന്ന് കിട്ടുന്നവരെ ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ മൂത്ത് തുടങ്ങി ഞാനിത് വേറൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റുകയാണ്. നമുക്ക് ഇതേ കടായിൽ തന്നെ ഞാൻ ആ സേമിയ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. നല്ല വറുത്ത സേമിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എങ്കിൽ തന്നെയും ഒന്ന് ചൂടാക്കി എടുക്കണം. അതിലേക്ക് ഞാൻ ആ നെയ്യിൽ ഇട്ട് കൊടുത്ത് അപ്പോൾ നെയ്യുടെ ഒരു മണവും കൂടെ കിട്ടും സേമിയയ്ക്ക്. അപ്പോൾ ആ നെയ്യിൽ സേമിയ 1-2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. നിങ്ങൾക്ക് ഇതുപോലെ വറുത്ത സേമിയ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലവണ്ണം ഒന്ന് വറുത്തെടുത്തോണം. ഒരല്പം ചുവന്ന കളർ വരുത്തക്ക വിധത്തിൽ വറുത്തെടുക്കുക. ഞാനിപ്പോൾ ഇതൊരു 2 മിനിറ്റ് ഒന്ന് വറുത്ത് നല്ലവണ്ണം ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും ഒന്ന് വേറൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റുകയാണ്. അതേ കടായിൽ തന്നെ നമുക്ക് കേസരി തയ്യാറാക്കാം. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഞാനിവിടെ 1 കപ്പ് സേമിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാനിവിടെ ഒരു 2.25 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. സേമിയ ഒരുവിധം നല്ലൊരു 80% നമുക്കൊന്ന് വെന്ത് കിട്ടണം. അതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 2.25 കപ്പ് വെള്ളം ചേർത്ത് തിളച്ച് തുടങ്ങുമ്പോഴേക്കും ആ സേമിയ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. സേമിയ ഞാൻ പറഞ്ഞല്ലോ ഒരു 80% നല്ലോണം വെന്ത് കുഴഞ്ഞു പോകരുത്. ഒരു 80% നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ വെള്ളമെല്ലാം പറ്റി പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കിതുപോലെ വെന്ത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്പം കൂടെ വെള്ളം ചേർക്കണം എന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ സേമിയ ഇവിടെ നല്ലവണ്ണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. മധുരം ഇത്രയും വേണ്ട എന്നുള്ളവർക്ക് 1/2 കപ്പ് ആക്കാവുന്നതാണ്. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പഞ്ചസാര ചേർത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം അല്പം ഒന്ന് കൂട്ടി കൊടുക്കാം. ആ പഞ്ചസാര സേമിയയിൽ നല്ലവണ്ണം ഒന്ന് പിടിച്ച് കിട്ടുന്ന രീതിയിൽ ഒരു 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. പഞ്ചസാര നല്ലവണ്ണം അലിഞ്ഞ് നല്ലവണ്ണം പറ്റി കിട്ടണം. ഒരു 2-3 മിനിറ്റോളം ഒന്ന് വേവിക്കുമ്പോഴേക്കും ആ പഞ്ചസാരയും നല്ലവണ്ണം ഒന്ന് വറ്റി കിട്ടും. ഞാനിപ്പോൾ ഒരല്പം ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. കേസരി കളറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് കളറാണോ ഇഷ്ടം അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കളറൊന്നും ചേർത്തില്ലെങ്കിൽ തന്നെയും നല്ലതാണ്. ഇതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ പഞ്ചസാരയെല്ലാം നല്ലവണ്ണം അലിഞ്ഞ് നല്ലവണ്ണം സേമിയയിൽ നല്ല പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1 ടേബിൾ സ്പൂണോളം നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യും നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ വേണ്ടാന്ന് വയ്ക്കാവുന്നതാണ്. പക്ഷേ നെയ്യ് ചേർത്താലായിരിക്കും അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുക. നെയ്യ് ചേർത്ത് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയം തീ കുറച്ച് വെച്ചുകൊള്ളുക. ഇനി നമുക്കിതിലേക്ക് അവസാനമായിട്ട് ഒരല്പം ഏലക്കാപ്പൊടി, പിന്നെ നമ്മൾ ആ വറുത്ത് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് നല്ലവണ്ണം നല്ലവണ്ണം ഇളക്കി ചേർക്കുക. ഇനി ഒത്തിരി നേരം നമുക്കത് തീയിൽ വെക്കേണ്ട. നമുക്ക് ഒത്തിരി അങ്ങ് കട്ടിയായി പോയാലേ ഇതിൽ നിന്നും കൂടെ കുറച്ചുകൂടെ കട്ടിയാകും. അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ നമുക്കിത് വാങ്ങാവുന്നതാണ്. ഇത് കണ്ടോ, ഈ ഒരു രീതിയിൽ മതിയാവും. ഞാൻ തീ ഓഫാക്കി ഒരു ഡിഷിലേക്ക് മാറ്റുകയാണ്. വളരെ രുചികരമായ നമ്മുടെ സേമിയ കൊണ്ടുള്ള കേസരി ഇവിടെ റെഡിയായിട്ടുണ്ട്. നമുക്കിപ്പോൾ വിരുന്നുകാരൊക്കെ ഒന്ന് വരികയാണെങ്കിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്വീറ്റാണിത്. ഒരു 20-30 മിനിറ്റിനുള്ളിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും.
അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ഈ കേസരി ഒന്ന് തയ്യാറാക്കി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻസും അറിയിക്കുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. വീണ്ടും ഒരു നല്ല വീഡിയോയുമായി ഉടനെ തന്നെ കാണുന്നതാണ്.